വിളിക്കാൻ നാണമുണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയായത്? ഓർമ്മയുണ്ടോയെന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്കായ എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ ഞാൻ വീഡിയോയിലൂടെ ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് രേഷ്മ തങ്കച്ചൻ അഥവാ രേണുസുതി. രേണുസുതി എന്നാണ് എല്ലാവർക്കും ഇവരെ അറിയാവുന്നത്. രേണുസുതി എന്നുള്ള പേരിലാണ് ഇവർ പോപ്പുലർ ആയിട്ടുള്ളത്. രേഷ്മ തങ്കച്ചൻ എന്നാണ് ശരിക്കുള്ളവരുടെ പേര്. ഇപ്പം ഒരു വീഡിയോ കണ്ടില്ലേ, അവർ പറഞ്ഞു വരുന്നത് സമൂഹത്തിൽ അത് എന്തുവരും വീഡിയോയിലൂടെ അവർ വെളിയിലോട്ട് വിടുന്ന ഒരു മെസ്സേജ് എന്താണ്? അവരോട് അദ്ദേഹത്തിനോട് സംസാരിച്ചു എന്ന് പറയുന്നു, അദ്ദേഹത്തിനോട് കൂട്ടായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്, ദാനം കിട്ടിയ മുതലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാണ് ആദ്യം വേണ്ടിയിരുന്നത്. ആ കിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരാൾ നമുക്ക് വീട് വെച്ച് തരുമ്പോൾ അതിനകത്ത് കുറവുകൾ ഉണ്ടായി തന്നെ നമ്മളാണ്, അതായത് ഒരാൾ വെറുതെ ഒരു സാധനം ചെയ്തു തരുമ്പോൾ അതിനകത്ത് കുറവുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ അവരോട് തന്നെയാണ്. പക്ഷേ നിങ്ങൾ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ പുച്ഛിക്കുകയും ചീത്തപ്പേരുകളിലൂടെ അവരെ മോശക്കാരാക്കുകയാണ് സുധി ചെയ്തിട്ടുള്ളത്. രേണുസുതി മനസ്സിലാക്കേണ്ട കാര്യമാണ്. രേണുസുതി ഇപ്പൊ സെലിബ്രിറ്റി ആണെന്ന് സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. സെലിബ്രേഷനും രേണുസുതിനെ ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. രേണുസുതിനെ ആരും ആഘോഷിക്കുന്നില്ല. രേണുസുതിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. രേണുസുതി അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ആൽബമോ ആർക്കും കാണാൻ കൊള്ളത്തില്ല. ചുമ്മാ ഈ തമാശയ്ക്ക് തെറി വിളിക്കാനും ചീത്ത പറയാനും കമന്റ് ഇടാനും വേണ്ടി അല്ലാതെ ആരും ഇത് കാണാറില്ല. നിങ്ങൾ മര്യാദക്കുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾ അഭിനയിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു ഷോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ ഒരു ഷോ മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഒരു മര്യാദക്കുള്ള ഒരു ആൽബത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല. ഈ സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണം മൂലം ഉണ്ടായിട്ടുള്ള ഒരു സിമ്പതി തന്നെയാണ് നിങ്ങളെ വളർത്തിയിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പേര് പോലും നിങ്ങൾ ചീത്തയാക്കാതിരിക്കുക. നിങ്ങൾ മുന്നോട്ട് വളർന്നു വരിക. നിങ്ങൾക്ക് 2 ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികളെ ഉയർച്ചകളിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലാതെ നിങ്ങൾ ഇനിയെങ്കിലും ഈ കോമാളിയാകാതെ, സ്വയം കോമാളിയാകാതെ ഉയർന്ന് ജീവിക്കാൻ നോക്കുക. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇല്ലാത്ത കഴിവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കാതിരിക്കുക.